ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ഒരു മഴക്കാല സമയത്തൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം പെട്ടെന്ന് വീട്ടിൽ തട്ടി കൂട്ടാൻ പറ്റുന്ന കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നമ്മുടെ സ്വന്തം ചക്കരച്ചോറാണ് കേട്ടോ. കൂടുതലായിട്ട് നമ്മൾ പണ്ട് മുതലേ ഉണ്ടാക്കി വരുന്ന റെസിപ്പിയാണ്. എന്നാൽ പോലും മറന്നിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 200 ഗ്രാമാണ് ഉണ്ടാവുക. പച്ചരിക്ക് പകരമായിട്ട് നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന അരി വെച്ചിട്ടും ഇത് ചെയ്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതല്ലാതെ സാധാരണ ചോറ് വെക്കുന്ന അരി അല്ലെങ്കിൽ പായസം വെക്കുന്ന അരി ഏത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ട് ഇതുപോലെ കഴുകിയൊന്ന് എടുത്തിട്ടുണ്ട്. കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിയുടെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ഏലക്കായ ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വേണ്ട കേട്ടോ, ഒരൊറ്റ ഒന്ന് മതിയാകും, ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. 1 കപ്പ് അരിയിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ചോറ് വെക്കുന്ന അരിയൊക്കെ ആണെങ്കിൽ ഒരു 3 കപ്പ് വെള്ളം വേണ്ടി വരും. ഇത് പച്ചരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. എന്നിട്ട് ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ കൊടുത്താൽ തന്നെ നല്ല ഉഷാറായിട്ട് വെന്ത് കിട്ടിക്കോളും. അരി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിനായിട്ടൊരു അത്യാവശ്യം വലിയൊരു 3 കട്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 230 ഗ്രാമാണ് ഉണ്ടായിരുന്നത്. ഇതിലേക്കൊരു 1.5 കപ്പിൻ്റെ അടുത്ത് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കുക. ശർക്കര ഒരു ഇത്തിരി വേണ്ടി വരും, കാരണം ആ ഒരു ചോറിലേക്ക് പിടിച്ച് വരുമ്പോൾ മധുരം പാകമാവണമെങ്കിൽ. ഇനി വളരെ കുറച്ച് മധുരം മതിയെങ്കിൽ 200 ഗ്രാമൊക്കെ മതിയാവും കേട്ടോ. റെഡിയാക്കിയിട്ടുള്ള പാനി അപ്പോൾ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ 3 വിസിലൊക്കെ വന്നു കഴിഞ്ഞ് അതിൻ്റെ ഫുൾ പ്രഷറും പോയതിന് ശേഷം തുറന്ന് നോക്കുന്ന സമയത്ത് ഇതാ നമ്മൾ അരിയൊക്കെ കറക്റ്റ് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് വെന്തിരിക്കണം കേട്ടോ. സാധാ ചോറിനേക്കാൾ ഒരു ഇത്തിരി വേവ് കൂടുതൽ വേണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ തേങ്ങ എല്ലാം കൂടെ ചേർന്ന് വെന്ത് വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അടിയിൽ പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉരുക്കി അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കര പാനി മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു 2 നുള്ളു ഉപ്പൂടെ ഇട്ട് കൊടുക്കണം, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. പിന്നെ ഈ സമയത്തും ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതോടെ എടുത്തിട്ട് കൈ വെച്ച് നല്ലോണം ഒന്ന് പിഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് പാല് വരുന്ന പോലെ ആക്കി എടുക്കുക. എന്നിട്ട് അതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിലൊരു 1 കപ്പ് തേങ്ങ ചിരവിയത് 2 സമയത്തായിട്ട് ചേർത്തു എന്നേ ഉള്ളൂ. എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സാക്കി എടുക്കാം. എല്ലാം ഇതുപോലെ നല്ലോണം മിക്സാക്കി എടുത്തതിന് ശേഷം കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവറിനോട് ഇത്തിരി കൂടെ ഒരു ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ജീരകം പൊടിച്ചിട്ടുള്ള ഒരു ഇത്തിരി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യൂടെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ജസ്റ്റ് എല്ലാം കൂടെ ആ ഒരു തേങ്ങയും ശർക്കര എല്ലാം കൂടി ഇതിൽ നല്ലോണം ഒന്ന് സെറ്റായി കിട്ടിക്കോട്ടെ. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ ആക്കിയിട്ട് തുറന്നെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിട്ടുണ്ടാവും. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇത് ഇതുപോലെ തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. ഞാൻ എന്തായാലും ഇതിലേക്ക് കുറച്ച് കാഷ്യൂ മുന്തിരിയും കുറച്ച് കൂടുതൽ തേങ്ങാക്കൊത്തും കൂടെ വറുത്തിടുന്നുണ്ട് കേട്ടോ. അത് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല, നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യൽ കുറവാണ്. ഇഷ്ടമുണ്ടെങ്കിൽ അതോടെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചൂടോടുകൂടെ കഴിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ചെറിയൊരു ചൂടിൽ അല്ലെങ്കിൽ കുറച്ച് നല്ലോണം ചൂടാറിയതിന് ശേഷം കഴിക്കുമ്പോൾ ഒരു ഇത്തിരി കൂടെ സെറ്റായിട്ടുണ്ടാവും. കഴിക്കാൻ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ കഴിക്കുന്നതിനേക്കാളും അധികം ആളുകൾക്ക് നമ്മൾ പണ്ട് മുതലേ ഉണ്ടാക്കി വരുന്ന റെസിപ്പിയാണ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ഈ ഒരു മഴക്കാല സമയത്തൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സിമ്പിളായിട്ട് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മറന്നിരിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ചെയ്തു വെക്കാം. അപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. പിന്നെ എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്